ദൈവനാമത്തിന് ഏവർക്കും സ്നേഹവന്ദനം. കൊലോസ് ലേഖന പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം. കൊലോസ് ലേഖനം. സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനും, പ്രപഞ്ചത്തിൻ്റെ ഉടയവനും നാഥനും, രാജാതിരാജാവും കർത്താതി കർത്താവും, മനുഷ്യർക്കാർക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത പരിശുദ്ധിയുടെ പാരമ്യത്തിൽ സ്വർഗീയ പ്രഭാവത്തിൻ്റെ നിറവിൽ അത്യുന്നതനായി വാഴുന്ന കരുണാസുരവനും കാരുണ്യമൂർത്തിയും മഹോന്നതനും പരമകാരുണ്യവാനും പരിശുദ്ധനുമായ നിത്യനായ ജീവനുള്ള ജീവിപ്പിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായി ഞങ്ങൾക്ക് വെളിപ്പെട്ടവനും പ്രപഞ്ചത്തെ മെനയുകയും മെനഞ്ഞെടുക്കുകയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും തൻ്റെ വരവിന് വേണ്ടി സകലത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ ഭൂമുഖത്തുനിന്ന് സുവിശേഷത്താൽ വിളിച്ച് വേർതിരിച്ച് നിത്യതയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സർവജ്ഞാനിയായ പരിശുദ്ധ ദൈവമേ, അങ്ങ് വിളിച്ച് വേർതിരിച്ച ഞങ്ങളുടെ ജനത്തിന് ഈ ഭൂമിയിലുള്ള ജീവിതം ആത്മീക ലക്ഷ്യത്തോടുകൂടി മുന്നേറേണ്ടതിന് അങ്ങ് മനുഷ്യർക്കായി നൽകി തന്ന വെളിപ്പെടുത്തിയുടെ വിശുദ്ധ വചനത്തിനായിട്ടുള്ളത്. ആ വചനത്തിലൂടെ അങ്ങയുടെ മക്കൾ അവിടെ ദൈനംദിന ആത്മീയ ക്രിസ്തീയ ജീവിതം കർത്താവെ സംരക്ഷിക്കപ്പെടുവാനും നടത്തപ്പെടുവാനും പരിപാലിക്കപ്പെടുവാനും അങ്ങ് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദിനംതോറും അങ്ങയുടെ വചനം നൽകുമ്പോൾ ഞങ്ങൾ ആ വചനത്തിൻ്റെ തണലിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ നിയന്ത്രണത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ഞങ്ങളുടെ പാദങ്ങളിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ വചനം പഠിക്കുവാൻ പലയിടത്തായി ഒത്തുചേർന്നിട്ടുള്ള കൂടി വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ വിശുദ്ധ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉള്ളറകളിലേക്ക് നിക്ഷേപിക്കപ്പെടുവാനും അതുകൊണ്ട് ജീവിതത്തിൽ പരിപൂർണമായിട്ടുള്ള ഫലം കായ്ക്കുവാനും അത് സ്വീകരിക്കേണ്ട വിധത്തിൽ സ്വീകരിച്ച് അത് വിശ്വാസമായി പരിണമിക്കുവാനും കർത്താവ് യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനും അതിന് ആത്മീക ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തിനായിട്ട് നന്ദി പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൃപയും കരുണയും കാരുണ്യവും ഞങ്ങളുടെ മേലുണ്ടാകണം. എല്ലാ വിഷയവും ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. ബലഹീനരായ ഞങ്ങളുടെ എല്ലാ കുറവുകളും വൈകല്യങ്ങളും തിന്മകളും തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കണം, ക്ഷമിക്കണം. കടന്നു വന്നവരും പലയിടത്തായി ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. മാനവും മഹത്വവും എന്നും അങ്ങേക്കുണ്ടായിരിക്കട്ടെ. എല്ലാം അങ്ങനെ കേൾപ്പിക്കുന്നു. ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ കൊലോസ് ലേഖനത്തിൽ നാം അതിൻ്റെ 1-ാം അധ്യായത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യവചനം എന്ന പ്രയോഗമാണ് നാം അവസാനമായി ചിന്തിച്ചത്. കൊലോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ. ഇപ്പോൾ സുവിശേഷത്തെ വിളിച്ചത് സത്യവചനം എന്ന പേരിലാണ്. സുവിശേഷം സത്യവചനമാണ്. സത്യമെന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വാക്കാണ്. പുതിയത്തിലുടനീളം അതിൻ്റെ വിശദീകരണം നമുക്കറിയാം. സത്യവചനം, സത്യം, ദ ട്രൂ ഗോസ്പൽ. ഇപ്പോൾ സത്യവചനത്തിൽ എന്ന് പറയുമ്പോൾ കേവലമായ വസ്തുത, അതായത് ഇളകാത്ത ഒന്ന്, പൂർണ്ണമായി ആശ്രയം വയ്ക്കാവുന്ന വിവരം, മറുവശത്ത് കപടവും ആശ്രയിക്കാൻ കൊള്ളാത്തതുമായ അതിന് വിപരീതമായിട്ടാണ് സത്യവചനം എന്ന് വചനത്തെ പരാമർശിക്കുന്നത്. കൊലോസ് 1:3 നമ്മൾ കണ്ടത്. പുതിയതിലെ സുപ്രധാന വിഷയമാണ് സത്യവചനം. യോഹന്നാൻ അപ്പോസ്തലൻ ഈ പ്രയോഗം വളരെയധികം ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവാണ് സത്യത്തിൻ്റെ ഉറവിടം. ഇപ്പം സത്യം ജീവിതത്തിൻ്റെ, ലോകത്തിൻ്റെ, മരണത്തിൻ്റെ, നിത്യതയുടെ എല്ലാ വിഷയങ്ങളുടെയും സത്യം, ദ ട്രൂത്ത്, പരമമായ ആശ്രയിക്കാൻ കൊള്ളാകുന്ന ആ വിവരം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, യോഹന്നാൻ 1:17, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഇതൊക്കെ നമ്മുടെ അവസാനമുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇപ്പം സത്യം തേടുന്നവർക്ക് ക്രിസ്തുവിലൂടെയാണ് സത്യം തേടേണ്ടത്. ക്രിസ്തുവിലാണ് സത്യമുള്ളത്. ക്രിസ്തുവിൽ നിന്ന് വിട്ടുപോയാൽ നാം വ്യാജം, കപടതയിലേക്ക്, കള്ളത്തിലേക്ക് നാം വീഴുപോകും. കാരണം സത്യത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ്. ന്യായപ്രമാണത്തിൻ്റെ യാഥാർത്ഥ്യം ക്രിസ്തുവാണ്. ന്യായപ്രമാണം നിഴൽ മാത്രമാണ്. അതൊക്കെ നമ്മൾ വിശദമായി കണ്ടു. കർത്താവ് യേശുക്രിസ്തു പിശാചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യോഹന്നാൻ 8:44 വിളിച്ചത് അവനിൽ സത്യമില്ല. പിശാചിനെ കുറിച്ച് പറഞ്ഞു അവനിൽ സത്യമില്ല.
താനാണ് സത്യലോകത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ പിശാച് കള്ളം വ്യാപരിപ്പിക്കുന്നവനാണ്, പ്രചരിപ്പിക്കുന്നവനാണ്. ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിലൂടെയാണ് സത്യം കണ്ടെത്താൻ കഴിയുന്നത്. യോഹന്നാൻ 17:17 കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ക്രിസ്തു ഊന്നിപ്പറഞ്ഞു, നിന്റെ വചനം സത്യമാണ്. ആ സത്യം മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നതിനാണ് പരിശുദ്ധാത്മാവിനെ സത്യത്തിൻ്റെ ആത്മാവ് എന്ന വിശേഷണത്തോടുകൂടി അയച്ചത്. യോഹന്നാൻ 14:17, 15:26, 16:13. യോഹന്നാൻ 14:17, 15:26, 16:13. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സത്യവിരുദ്ധമായൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ അസ്വസ്ഥതയുണ്ടാകും. ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് സത്യം അറിയുവാൻ യോഗ്യത നേടുന്നത്. യോഹന്നാൻ 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇപ്പൊ ദൈവവചനത്തിൽ നമ്മൾ നിലനിൽക്കണം. പെട്ടെന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥയിൽ, വേരില്ലാത്ത അവസ്ഥയിൽ പാറപ്പുറത്ത് വളരുന്ന ചെടി പോലെയല്ല. വചനത്തിൽ ആഴമായി വേരുറച്ച് വിട്ട് വളരുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു, അവർ സത്യം അറിയാൻ യോഗ്യത നേടും. പ്രപഞ്ചത്തിൽ മനുഷ്യൻ അറിയേണ്ടത് സത്യമാണ്. ലോകത്തിലുള്ള സകല വിവരണങ്ങളും മറ്റു പല വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ എത്രത്തോളം അറിവ് നേടിയാലും സത്യം അറിയുന്നില്ലെങ്കിൽ ജീവിതം ശൂന്യമായി മാറും. യോഹന്നാൻ 8:32 വാക്യം പറഞ്ഞു. യോഹന്നാൻ ലേഖനത്തിൽ ഇതേ എഴുത്തുകാരൻ തന്നെ പറഞ്ഞു, ദുരുപദേഷ്ടക്കന്മാർ പലരും ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. 1 യോഹന്നാൻ 4:1. ലോകത്തിൽ പലതരത്തിലുള്ള കളകൾ വളർന്നു നിൽക്കുന്നുണ്ട്. സത്യവിരുദ്ധമായ പലവിധമായ ഉപദേശങ്ങളും പ്രസ്താവനകളും ഒക്കെ ലോകത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഇതിനിടയിൽ എങ്ങനെയാണ് സത്യം കണ്ടെത്താൻ കഴിയുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഇപ്പൊ ദൈവമക്കളായിരിക്കും, യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾക്ക് മാത്രമാണ് ദുരുപദേഷ്ടന്മാരുടെ ഉപദേശം തിരിച്ചറിയാൻ കഴിയുന്നത്. യഥാർത്ഥ ദൈവമക്കൾ, ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നവർ, ദൈവമനുസരിച്ച് സ്നാനം സ്വീകരിച്ച ദൈവമക്കളായി തീർന്ന് പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിച്ചിട്ടുള്ളവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയും. ഈ സത്യം ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. ക്രിസ്തുവുമായി ബന്ധമില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കർത്താവ് യേശുവുമായി ഒരു ബന്ധം നിലനിർത്തണം. ഇപ്പൊ ദുരുപദേഷ്ടന്മാരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്ന റോമർ 2:2 കാണാം. ദൈവത്തിന്റെ ന്യായവിധി സത്യത്തിനനുസരിച്ചാണ്. ഒരാളുടെ തോന്നലിലോ മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്കും അനുസരിച്ചല്ല ദൈവം ന്യായവിധി നടത്തുന്നത്. റോമർ 2:2. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് അവരെ വചനത്തിലേക്ക് പരമേൽപ്പിച്ചത്. ദൈവത്തിലും ദൈവത്തിന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നുവെന്ന് പ്രവർത്തികൾ 20:30-32 വാക്യങ്ങൾ കാണാം. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, സുവിശേഷം എന്റെ സത്യവചനം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത, നല്ല വിശേഷം. പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകളിലെ സുപ്രധാനമായ വാക്കാണ് സുവിശേഷം എന്നുള്ളത്. 60ഓളം തവണ പൗലോസ് ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. 1 കൊരിന്ത്യർ 15:1-4 വരെയാണ് നമ്മൾ സാധാരണ സുവിശേഷം എന്നാൽ എന്താണ് എന്ന് നിർവചിക്കാൻ ഉപയോഗിക്കുന്ന വേദഭാഗം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ അടക്കം, ഉയർപ്പ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ മത്തായി 11:5 ഈ കാര്യങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് കാണാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, സുവിശേഷം എന്നാൽ യേശുവിന്റെ മരണമടക്കം ഉയർപ്പാണെങ്കിൽ മത്തായി 11:5 അവ യേശുവിനോട് കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീർന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നെങ്കിൽ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എന്തെന്ന് യോഹന്നാനെ ചെന്ന് അറിയിപ്പാൻ പറഞ്ഞു. തടവിൽ കിടക്കുന്ന യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ വിട്ടിട്ട് ചോദിച്ചു, വരാനുള്ളവൻ നീ തന്നെയാണോ? സ്ത്രീകളിൽ ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ യേശുവിൽ ഒരു സംശയം യോഹന്നാൻ ഉണ്ടായപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിട്ടു. അപ്പൊ യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ് ചൂണ്ടിക്കാണിച്ചത്. പോയി പറയാൻ പറഞ്ഞു. ദരിദ്രരോട്, നമ്മുടെ വിഷയം ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണമടക്കം ഉയർപ്പാണെങ്കിൽ അവിടെ എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് മറ്റൊന്നുമല്ല, അവിടെ പറഞ്ഞ സുവിശേഷം എന്ന് പറഞ്ഞത് വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തെ അഥവാ ദൈവരാജ്യത്തെ കുറിച്ചാണ് അവിടെ സുവിശേഷം എന്ന് പറഞ്ഞത്. മനുഷ്യർ കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് ദൈവത്തിന്റെ ഭരണം ഹൃദയത്തിൽ സംഭവിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നത് സമീപിച്ചിരിക്കുന്നു.
അതാണ് അവിടെ പ്രസംഗിച്ച സുവിശേഷം എന്നുള്ളത്. അത് മത്തായി 4:17 കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ തടവിലായ ശേഷം മത്തായി 4:17 വാക്കിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. മാത്യു 4:17 അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവിടെ സ്വർഗരാജ്യം എന്നുള്ളതാണ് അവിടെ പറയുന്ന സുവിശേഷം. യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു രാജ്യം പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് സ്വർഗരാജ്യം സമീപത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രാജ്യമല്ല എങ്കിൽ പോലും അതാണ് നല്ല വാർത്താ സുവിശേഷം. ക്രിസ്തുവിന്റെ രാജ്യം വളരെ വേഗത്തിൽ തന്നെ സ്ഥാപിതമാകാൻ പോകുന്ന ഒന്നാണ്. മത്തായി 4:23 ഇങ്ങനെ വായിക്കാം. പിന്നെ യേശു ഗലീലയൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവിടെ പള്ളികളിൽ ഉപദേശിക്കുകയും, ശ്രദ്ധിക്കുക, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും. അവിടെ പ്രസംഗിച്ച സുവിശേഷം ദൈവരാജ്യത്തെ കുറിച്ചുള്ള വർത്തമാനമാണ്. മത്തായി 4:23. അപ്പോൾ തെറ്റിദ്ധരിക്കുന്ന ചോദ്യം ആരെങ്കിലും ചോദിച്ച ഉത്തരം ഉണ്ടായിരിക്കണം. മത്തായി 5:35 മത്തായിയുടെ സുവിശേഷം 5:35 വാക്യത്തിലും അതിന് ആധാരമായി തെളിവ് നമുക്ക് കാണാൻ സാധിക്കും. 5:35 അത് അവന്റെ മത്തായി 9:35 മത്തായി 9:35 വായിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവിടെ പടികൾ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക. ഇപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ് ഒന്ന്, അത് ബലപ്പെടുത്താനാണ് ഈ വാക്കുകൾ വായിച്ചത്. മർക്കോസ് 1:14 കൂടെ വേണമെങ്കിൽ എഴുതിയിടാം. മർക്കോസ് 1:14 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം സുവിശേഷം എന്നാൽ ക്രിസ്തുവിന്റെ മരണം, അടക്ക, ഉയർപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പോസ്തലന്മാരും യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചെന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? അതാണ് നമ്മൾ പറയുന്നത്. അവർ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. മർക്കോസ് 1:14. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ 3 വാക്യങ്ങൾ കേട്ടു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ദൈവരാജ്യം എന്ന അതിന്റെ വർത്തമാനമാണ് അറിയിച്ചത്. അപ്പൊ സുവിശേഷം എന്നത് സത്യം എന്നതുമായി താരതമ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. എഫേസർ 1:13. എഫേസർ 1:13 സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ സത്യം എന്നതാണ്. സുവിശേഷം സത്യമാണ്. മനുഷ്യർ കേൾക്കേണ്ട ഏറ്റവും വലിയ വാർത്തയാണ്. അനുഗ്രഹത്തിന്റെ വാർത്തയാണ്, നല്ല വാർത്തയാണ്. എഫേസർ 1:13 എഫേസോസിലൂടെ പറയുകയാണ്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. സുവിശേഷം സത്യമായ വചനമാണ്. മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവ രക്ഷാ പദ്ധതി. ഇതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം കള്ളമാണ്. ലോകത്തിൽ കേൾക്കുന്ന ടിവിയിലൂടെയും ചാനലിലൂടെയും പത്രത്തിലൂടെയും മാഗസൈനിലൂടെയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന മുഴുവൻ കള്ളങ്ങളാണ്. യഥാർത്ഥ സത്യം വചനമാണ്. അത് എപ്പോഴും മനസ്സിലാക്കുക. രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവനെ നിങ്ങൾ കേൾക്കുകയും. ഇപ്പൊ സത്യം എന്ന വാക്ക് യോഹന്നാൻ തുടർച്ചയായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് നമ്മൾ കണ്ടത്. എഫേസർ 1:13 നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കുക, വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണം, അടക്ക, ഉയർപ്പ് എന്നിവയെക്കാളും വലുതായ ഒരു കാര്യമാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർപ്പെന്ന 3 വിഷയങ്ങളെ മാത്രം ഒതുക്കി നിർത്താൻ പറ്റില്ല. ബൈബിൾ നമ്മൾ ശരിയായ തരത്തിൽ വിലയിരുത്തുമ്പോൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, സുവിശേഷം എന്നത് ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർപ്പ്. അത് മാത്രമല്ല, അതിലും വലുതാണ്. ഇപ്പൊ കൊലോസിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തില്, കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അവിടെ പറയുന്ന സുവിശേഷത്തിൽ എന്തൊക്കെ അടങ്ങുന്നു? സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. ഇപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിൽ ഒരു അവകാശമുണ്ട്, ഒരു പ്രതീക്ഷിക്കേണ്ട ഒരു അനുഗ്രഹം ഇവിടെ വെച്ചിരിക്കുന്നു എന്നതും സുവിശേഷമാണ്. സുവിശേഷം പോലെ ക്രിസ്തുവിന്റെ മരണം അടക്കുന്ന 1, 2, 3 പോയിന്റിട്ടൊക്കെ തീർക്കാനുള്ളതല്ല. ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആരംഭത്തിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നത് ശരിയാണ്. പക്ഷെ സുവിശേഷം എന്നതിന്റെ വിശാലമായ അർത്ഥം നോക്കുമ്പോൾ സുവിശേഷയുടെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. ഇപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള വാർത്തയും സുവിശേഷമാണ്. ഇവിടെ എത്തിച്ചേരേണ്ടത് അവിടെയാണ്. ഇവിടെ എത്തിച്ചേരാനുള്ള വഴിയാണ് സുവിശേഷം. ഗലാത്യലേഖനം 2-ാം അധ്യായം, ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലുള്ളവരോട് എഴുതുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയത്. ഗലാത്യർ 2:5 സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഇവിടെ സുവിശേഷത്തിന്റെ സത്യം അപ്പൊ സുവിശേഷത്തിന്റെ സത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിതത്തിലെ 3 സുപ്രധാനമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇവിടെ പൗലോസ് പറയുന്നത് പല ഉപദ്രവിക്കുന്ന പലരും നൊഴിഞ്ഞു വന്ന കള്ള സഹോദരന്മാരൊക്കെ വന്നിട്ട് തീത്തോസിനെ കുറിച്ചുള്ള പ്രശ്നമുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് സുവിശേഷത്തിന്റെ സത്യം
നിങ്ങളോട് നിലനിൽക്കേണ്ടത് ഞങ്ങൾ, പക്ഷെ അവർ നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അതിന്റെ 14-ാം വാക്യം, ഗലാത്യർ 2. ഇവിടെ പത്രോസിന്റെ ഈ പ്രശ്നം, പത്രോസിന്റെ കപടത പൗലോസ് അത് ശക്തമായി പരസ്യമായി ശാസിച്ചു. ഇവിടെ പത്രോസോട് പറയുന്നത്, അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാസിനോട് പറഞ്ഞു. ഇപ്പൊ സുവിശേഷത്തിൽ ഒരു ജീവിത ശൈലിയുണ്ട്. ക്രിസ്തുവിന്റെ മരണമടക്കം ഉയർപ്പോ കാണാൻ പഠിച്ചു 3 വാക്കുകൾ. ഞാൻ സുവിശേഷം കേട്ടു. പക്ഷെ ദൈവം പറയുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷന്റെ സത്യമനുസരിച്ച് പ്രവർത്തിക്കാത്തതിന്റെ കാരണത്താൽ പൗലോസ് പത്രോസിനെ ശാസിക്കുകയാണ്. ക്രിസ്തുവിന്റെ മരണമടക്ക ഉയർപ്പിനോട് തെറ്റായ സമീപനം പുലർത്തിയെന്ന കാരണത്താലല്ല ശാസിച്ചത്. ക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർപ്പിനെ അവിശ്വസിച്ചു എന്നതുകൊണ്ടല്ല പത്രോസിനെ പൗലോസ് ശാസിച്ചത്. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിലും വലുതാണ്. യഹൂദന്മാർ കടന്നു വന്നപ്പോൾ പ്രജാതികളുമായി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിരുന്ന പത്രോസ് യഹൂദന്മാരെ വിശ്വാസത്തെ കണ്ടപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ചാടി എഴുതിയിട്ട് അകത്തേക്ക് പൊക്കളഞ്ഞു. അത് കണ്ട പൗലോസ് പറഞ്ഞു, നീ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്നാണ് കുറ്റപ്പെടുത്തിയത്. ഇപ്പൊ നമ്മുടെ ജീവിതം കൂടെ അതിനകത്ത് ഉൾപ്പെടുകയാണ്. ഇപ്പൊ സുവിശേഷത്തിൽ ക്രിസ്ത്യാനികൾ ജീവിക്കേണ്ട ഒരു ജീവിത ശൈലി ഉൾപ്പെടുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം നമ്മൾ പഠിച്ച ലേഖനമാണ് ഫിലിപ്പ് ലേഖനം 1:27. ഇത് നമ്മുടെ ആഴങ്ങളിലേക്കുള്ള ചിന്തകളാണ്, ഉപരിതലത്തിലുള്ള ചിന്തകളല്ല. ഫിലിപ്പ് ലേഖനം 1:27 പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ ഫിലിപ്പസിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനാലും കുടുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് ആയി പോരാട്ടം കഴിക്കുന്നു ഗ്രഹിക്കുക. ഇപ്പൊ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്ന ജീവിതമാണോ നിനക്കുള്ളത്? അവിടെ സുവിശേഷം എന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർപ്പ് വിശ്വസിക്കുന്നു അതുകൊണ്ട് തീരുന്നില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത ശൈലി ആവശ്യപ്പെടുന്നു. നീ സുവിശേഷം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിത ശൈലി കൊണ്ട് അത് തെളിയിക്കണം. ഗോഡ് നീഡ് എ ലൈഫ് സ്റ്റൈൽ. ഗോസ്പൽ എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ സുവിശേഷത്തിൽ ക്രിസ്ത്യാനികൾ ജീവിക്കേണ്ട ഒരു ജീവിത ശൈലി ഉൾപ്പെടുന്നുവെന്ന് ഫിലിപ്പിയർ 1:27. ക്രിസ്തുവിന്റെ സുവിശേഷം യോഗ്യമായി മാത്രം നടപ്പീൻ എന്ന അതേ വാക്യത്തിന് അടുത്ത് കാണാം. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പീൻ. ഒരു നടപ്പ്, ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിത ക്രമീകരണം, അതാണ് സുവിശേഷം ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ആ ജീവിതം ആരംഭിക്കുന്നതാണ് ക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർപ്പിനോട് അനുഭവപ്പെടുന്ന സ്നാനത്തിലൂടെ. അപ്പൊ നമ്മൾ ചിന്തിക്കാനും വലുതാണ് വചനത്തിന്റെ ആഴം. നമ്മൾ അത് പാല് കുടിക്കുന്ന നമ്മൾ കട്ടിയായ ആഹാരത്തിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചതൊക്കെ മാറുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപദേശപരമായ തെറ്റെന്നല്ല, ആഴങ്ങൾ വർദ്ധിക്കും. ഇതുപോലെ നമ്മൾ പറഞ്ഞ സുവിശേഷം എന്നാൽ എന്ത് എന്ന് ചോദിക്കാൻ നമ്മൾ പറയും ക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർപ്പ്. 1 കഴിഞ്ഞാൽ 15:1-4 വരെ. അപ്പൊ ആരെങ്കിലും വചനം അറിയാവുന്ന ആരെങ്കിലും അത് മാത്രമാണോ സുവിശേഷം? അല്ല. സ്വർഗത്തിലുള്ള പ്രത്യാശ സുവിശേഷമാണ്. നമ്മുടെ ജീവിതം സുവിശേഷത്തിന്റെ പ്രതിഫലനമായിരിക്കണം. ഒക്കെ വളരെ പ്രധാനമാണ്. സുവിശേഷത്തിന് വിപരീതമായ എല്ലാവിധ പാപങ്ങളും ഒഴിവാക്കി ജീവിക്കുക എന്നാണ് 1 തിമോത്തിയോസ് 10:11. 1 തിമോത്തിയോസ് 1-ാം വാക്യങ്ങളിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് എന്നും ബൈബിൾ പഠിക്കേണ്ടത്. എന്നാലേ നമുക്ക് ആഴങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. 1 തിമോത്തിയോസ് 1-ാം 10-11 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം വാക്യം. അപ്പോൾ ഇവിടെ കുറച്ച് പഴയ കാലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായി മറ്റേതിനും അത്ര വെച്ചിരിക്കുന്ന ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ നാം അറിയുന്നു എന്നവിടെ പറയും. അതിന്റെ 11-ാം വാക്യം, ഈ പരിജ്ഞാനം എങ്കിൽ പരിമേൽപ്പിച്ചിരിക്കുന്നതായ ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായി തന്നെ. ഇവിടെ സുവിശേഷം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പശ്ചാത്തലം ശ്രദ്ധിച്ചു നോക്കാം. ദൈവത്തിന്റെ പറഞ്ഞാൽ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ഈ പരിജ്ഞാനം എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അവിടെ ഒരു ജീവിത ശൈലിയാണ്. സുവിശേഷം അനുസരിച്ചവർക്ക് ഒരു ജീവിത ശൈലിയുണ്ട്. ക്രിസ്തുവിന്റെ മരണമടക്കം ഉയർപ്പ് കാണാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇപ്പൊ സുവിശേഷത്തിന്റെ ഒരു ഘടകമാണ് രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആദ്യ പടി. അത് മരണമടക്കം ഉയർപ്പെന്നുള്ളത് രക്ഷയിലേക്കുള്ള പ്രവേശനത്തിലുള്ള ആദ്യത്തെ 3 പടികൾ മാത്രമാണ്. പിന്നെയുള്ള നമ്മുടെ ജീവിതം സുവിശേഷത്തിന് അനുസാരമായിരിക്കണം. സുവിശേഷത്തിന്റെ സത്യം മുറുകെ പിടിച്ചുകൊണ്ടുള്ളതായിരിക്കണം. റോമർ 1:16 സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണ അടക്കിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നല്ല. അതിനെന്തിനാ പൗലോസ് ലജ്ജിക്കുന്നത്? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറയുമ്പോൾ ഈ സത്യവചനം, ഈ പ്രത്യാശയുടെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല എന്നാണ്. രക്ഷയ്ക്കാരുടെ ദൈവശക്തിയാണ് സുവിശേഷം. ആ സുവിശേഷം ഞാൻ ശരിയായി ഉൾക്കൊണ്ടിരിക്കുന്നു.
ഒരു ഡൈനാമിക് തുല്യമാണ്. റോമർ 16. ഭൂലോകമെങ്ങും പ്രസംഗിക്കേണ്ടതാണ്. മർക്കോസ് 16:15. ലോകമെങ്ങും പോയി സുവിശേഷം അറിയിപ്പീൻ. സുവിശേഷത്തെ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷപ്പെടും. മർക്കോസ് 16:15 പറഞ്ഞത്. സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് മർക്കോസ് 16:16. സുവിശേഷത്തിൽ വിശ്വസിച്ച് അതനുസരിക്കുക. വിശ്വാസം അനുസരണത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. കേട്ടുകൊണ്ടിരുന്ന് നോട്ട് എഴുതിക്കൊണ്ടിരുന്നത് പുറത്തായിട്ട് പറയുന്നതല്ല. നിങ്ങൾ വെറുതെ കേട്ടുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ വിശ്വാസിയാണല്ല. കേട്ടത് വിശ്വാസമാകില്ല. കേട്ടത് നമ്മൾ അംഗീകരിക്കണം. കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട സമയത്ത് കൃത്യമായി നമ്മളത് പറയുകയുണ്ടായി. കേൾക്കണം, കേട്ടത് വിശ്വസിക്കണം. നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ പടിയാണ്. കേട്ടത് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വസിച്ചതാണ് ഏറ്റുപറയേണ്ടത്. കർത്താവ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ഞാൻ കേട്ടു. ഞാൻ മുകളിൽ നിന്ന് വന്നവനാണെന്ന് ക്രിസ്തു പറഞ്ഞ് ഞാൻ കേട്ടു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടാൽ പാപമോചനം ലഭിക്കുമെന്ന് പ്രസംഗിച്ചത് ഞാൻ കേട്ടു. അടുത്ത സ്റ്റെപ്പ്, കേട്ടത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ കേൾക്കുന്ന ദൈവന പ്രകാരം കേട്ട കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യം കേൾക്കണം, വിശ്വസിക്കണം, പിന്നെയാണ് മാനസാന്തരം ഏറ്റുപറഞ്ഞ സ്നാനം വരുന്നത്. അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക നമ്മൾ പറയും വിശ്വാസിയാണെന്നല്ല. വിശ്വാസി കേട്ടത് വിശ്വസിക്കുകയും അത് അനുസരണത്തിൽ തെളിയിക്കുകയും വേണം. അത് എപ്പോഴാണ് നമ്മൾ അനുസരിക്കുന്നത്? അന്നേരം ദൈവം നമ്മളെ വിളിക്കും വിശ്വാസം. അതുകൊണ്ടാണ് നേരത്തെ പ്രാർത്ഥനയിൽ പരാമർശിച്ചതുപോലെ വചനം വിശ്വാസമായി പരിണമിക്കണം. കേൾക്കുന്നവരല്ല വിശ്വാസി. കേൾക്കുന്നവരെ ദൈവം വിശ്വാസി എന്ന് വിളിച്ചിട്ടില്ല. കേട്ടത് വിശ്വസിക്കണം. രണ്ടാം സ്റ്റെപ്പ് അക്നോളജി, അക്സെപ്റ്റിംഗ്. ഇത് ശരിയാണ്, ഇത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ കാണിച്ച, നീ ഫലം കാണിച്ച, നീ പ്രവർത്തിച്ച് കാണിച്ച, അപ്പോഴാണ് നാം വിശ്വാസി ആയി മാറുന്നത്. അപ്പൊ ഭൂലോകത്തിൽ എങ്ങും പോയി പ്രസംഗിക്കേണ്ടതാണ് ഈ സുവിശേഷം. അതേസമയത്ത് 2 തെസ്സലോനിക്കർ 1:7-9 വരെ സുവിശേഷം അനുസരിക്കാത്തവർ, സുവിശേഷം അനുസരിക്കാനുള്ളതാണ്, കേട്ടിരിക്കാനുള്ളതല്ല. സുവിശേഷം അനുസരിക്കാത്തവർക്കാണ് ന്യായവിധി വരാൻ പോകുന്നത്. 2 തെസ്സലോനിക്കർ 1:7-9 വരെ ഇവിടെ വളരെ വ്യക്തമായി ശക്തമായിട്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ 2 തെസ്സലോനിക്കർ 1:7-9 വരെ പറയുന്നത് കർത്താവായ യേശുവിന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും. നാം കേൾക്കുന്ന ഒരു ദൈവവചനം വെറുതെ കേൾക്കുവാനുള്ളതല്ല. കേൾക്കുന്ന പ്രവൃത്തി കൊണ്ട് അത് അവസാനിപ്പിക്കരുത്. ദൈവം എന്താണ് നമ്മോട് പറയുന്നത്, എന്തിനാണ് പറയുന്നത്? നിങ്ങൾ കേട്ട് അത് ചെയ്താൽ ഭാഗ്യവാന്മാർ. ചെയ്യുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. കേൾക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല, അംഗീകരിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല. വിശ്വാസം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇത് ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ മറഞ്ഞു കിടക്കുകയാണ്. സാത്താനാണ് മറച്ചു പിടിച്ചത്. എല്ലാവരും പ്രസംഗം കേൾക്കുന്നു, ക്ലാസ് കേൾക്കുന്നു. ക്ലാസ്സുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പ്രസംഗിക്കുന്നവർ എണ്ണം കൂടി കണ്ടാൽ മതി. കേൾക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നു, വിശ്വാസം എത്ര പേര് ജീവിതത്തിൽ പ്രവർത്തിക്കുക എടുക്കുന്നു, എന്നിട്ട് അതനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് എവിടെ എടുക്കുന്നു. ഇതാണ് ദൈവം നോക്കുന്നത്. അത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചല്ല. ഇതിലൂടെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന കേട്ടുകൊണ്ടും അത് സമ്മതിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇതുകൊണ്ട് പോരാ, വിശ്വാസം നിലനിൽക്കണം. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നിലനിൽക്കണം, ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണം. ഇപ്പൊ നമ്മളിവിടെ വായിക്കുന്ന വാക്ക് പുതിയ നിയമത്തിൽ പല വിശേഷണങ്ങളിലാണ് സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. സുവിശേഷത്തെ പുതിയ നിയമത്തിൽ പല വിശേഷണങ്ങളിലൂടെ, ഡിസ്ക്രിപ്ഷനിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വാക്യങ്ങൾ വായിക്കുന്നില്ല. പ്രവൃത്തികൾ 20-24 ദൈവകൃപയുടെ സുവിശേഷം. ദൈവകൃപയാണ് നാം രക്ഷിക്കപ്പെടാനുള്ള സുവിശേഷം നമുക്ക് ലഭിച്ചതിന്റെ കാരണം. നമുക്ക് എന്ത് അർഹതയാണുള്ളത്, എന്ത് യോഗ്യതയാണുള്ളത്? നമുക്ക് ലഭിക്കേണ്ട ഒരു അർഹതയും യോഗ്യതയും ഇല്ലാത്ത ഒന്നാണ് നമുക്ക് ലഭിച്ച സുവിശേഷം. പാപത്തിൽ കിടന്ന് ആത്മീയമായി മരിച്ചിട നമ്മെ രക്ഷിക്കാൻ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പാട്ടവും ചുമടും ശിക്ഷയും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പകരമായി മരിച്ചു എന്നുള്ളത് നമുക്ക് ഒരിക്കലും അർഹതയില്ല. ഒരിക്കലും നമുക്കൊരു അർഹതയില്ല, യോഗ്യതയില്ല, നമ്മളിൽ ഒന്നുമില്ല. തീച്ചുളയിൽ വിറങ്കൊള്ളികളായി തീരേണ്ട നമ്മളെ രക്ഷിക്കാതെ ഇതിന് മനസ്സായതാണ്. ഇത് അർഹതയില്ലാത്തതാണ് ദൈവകൃപയുടെ സുവിശേഷം. റോമർ 1:9 പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണം. ഇത് കർത്താവ് യേശു തന്നെയാണ് സുവിശേഷം. റോമർ 16 കാണാം. യേശു ക്രിസ്തുവാണ് സുവിശേഷം. നല്ല വിശേഷം യേശുവാണ്. ഒരു മനുഷ്യൻ കേൾക്കേണ്ട ഏറ്റവും നല്ല വിശേഷം, ഏറ്റവും നല്ല വിഷയം കർത്താവ് യേശുവിനെ കുറിച്ചുള്ളതാണ്. ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ 90 വർഷം, 80 വർഷം, 70 വർഷം, 65 വർഷം ജീവിച്ച ജീവിതത്തിൽ ആ ജീവിതം പൂർണ്ണമായി ഉപയോഗിക്കേണ്ടത് ഒരു വ്യക്തിയെ ധ്യാനിക്കാനാണ്,
ഒരു വ്യക്തിയെ അടുത്തറിയാനാണ്. അത് മറ്റാരുമല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ. ഇപ്പോൾ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പഠിച്ച് അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ വ്യക്തമായി പറഞ്ഞു, ഒഴിവിനെയും കൃമിയെയും കീടത്തെയും അണുവിനെയും കോശങ്ങളെയും കൊണ്ട് പരിശോധിക്കാൻ വേണ്ടി കുരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരുണ്ടായി എന്ന് ചിന്തിച്ചുകൊണ്ടിങ്ങനെ കുനിഞ്ഞിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ മറന്നുപോയൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ഭൂമിയിൽ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ശാസ്ത്രീയമായ മനസ്സോടുകൂടിയാണ്. ശാസ്ത്രീയമായ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങൾ അപഗ്രഥിച്ച് എല്ലാ വസ്തുവകകളും പരിശോധിച്ച് കൃത്യമായ ഉപസംഹാരത്തിന് എത്തുവാനുള്ള കഴിവാണ് ദൈവം മനുഷ്യന് കൊടുത്തത്. അത് കുരങ്ങനില്ല, ചിങ്കണിക്കില്ല. മനുഷ്യനുണ്ടായത് മൃഗത്തിൽ നിന്നല്ല, ദൈവം സൃഷ്ടിച്ചു തന്റെ ഛായയിലും സാദൃശ്യത്തിലും. മാൻ ഹാസ് എ സയന്റിഫിക് മൈൻഡ്. കേൾക്കുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള കഴിവ് ദൈവം മനസ്സ് തന്നിട്ടുണ്ട്. അതാണ് ശാസ്ത്രീയ മനസ്സ്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ശരിക്കും മനുഷ്യനെ ജീവിതത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ആദ്യം പരിശോധിക്കേണ്ടത് യേശുവിനെയാണ്, യേശുവിന്റെ ജീവിതത്തെയാണ്. യേശുവിന്റെ ജീവിതം യേശു പറഞ്ഞതുപോലെ ശരിയാണ്. യേശു അവകാശപ്പെട്ടതുപോലെ മുകളിൽ നിന്ന് വന്നവനാണ്. യേശു ദൈവമാണ്, എല്ലാം സൃഷ്ടിച്ചവനാണ്. എന്നെന്താ പരിശോധിക്കാത്തത്? ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ ഉള്ളിലുള്ള എല്ലാ വിവരങ്ങളും പരിശോധിക്കും. തനിക്ക് ഇഷ്ടമില്ലാത്തതിനെ മാറ്റിക്കളയില്ല. താൻ മറ്റുള്ളവരല്ല തന്നെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടത്. തനിക്ക് സ്വന്തമായി ചിന്തിക്കണം കഴിവും മനസ്സുമുണ്ട്. തനിക്ക് വേണ്ടി മറ്റുള്ളവർ ചിന്തിക്കരുത്, സ്മൂണി വാരി തരരുത്. സ്വയം ചിന്തിക്കണം. ദൈവമുണ്ട്, അതിന്റെ തെളിവ് പ്രപഞ്ചത്തിലുണ്ടോ? ബൈബിൾ വായിച്ചു നോക്കണം. ബൈബിൾ വായിച്ചു നോക്കിയിട്ട് സത്യം അല്ലെങ്കിൽ കളഞ്ഞേക്കുക. പക്ഷെ വായിച്ചിട്ട് വേണം കളയാൻ, പഠിച്ചിട്ട് വേണം കളയാൻ. അത് പറയുന്നത് സത്യമാണെന്ന് പരിശോധിക്കണം. ദൈവത്തിന് കഴിവ് തന്നിട്ടുണ്ട്, പ്രാപ്തി തന്നിട്ടുണ്ട്, മനസ്സ് തന്നിട്ടുണ്ട്, ബുദ്ധിശക്തി തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കും. ബൈബിൾ തെറ്റാണെന്ന് ഉറപ്പിക്കാൻ ബൈബിൾ പഠിച്ച പലരും വിശ്വാസികളായി തീർന്നിട്ടുണ്ട്. അത് ഇവിടെ അല്പം ഡൈവേഴ്സ് എടുത്തതേ ഉള്ളൂ. അപ്പൊ ദൈവകൃപയുടെ സുവിശേഷം, പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, പുത്രനെ കുറിച്ച് പറയുന്നതാണ് സുവിശേഷം. മനുഷ്യ, നീ മരിക്കേണ്ട കാര്യമില്ല, നീ കടം വീട്ടേണ്ട കാര്യമില്ല. നിന്റെ ആത്മീയ കടം നിനക്ക് വേണ്ടി മറ്റൊരാൾ വീട്ടിയിരിക്കുകയാണ്. അത് ദൈവത്തിനായ ക്രിസ്തുവാണ്. 1 Corinthians 9:12 ക്രിസ്തുവിന്റെ സുവിശേഷം. റോമർ 1:9 പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. 1 Corinthians 9:12 ക്രിസ്തുവിന്റെ സുവിശേഷം. റോമർ 15:15 ദൈവത്തിന്റെ സുവിശേഷം. റോമർ 15:15 2 Corinthians 4:4 ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. സുവിശേഷത്തിലൂടെ നമ്മളെ വിളിച്ച തേജസ്സിലേക്കാണ് ആനയിക്കുന്നത്. കത്തിക്കരിഞ്ഞ ഭൂമിയിൽ നമ്മൾ അടിയുറയ്ക്കാനല്ല, ഉറപ്പിക്കപ്പെടാനില്ല, സ്വർഗത്തിന്റെ തേജസ്സിലേക്കാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. വെളിപാട് 14:6 നിത്യസുവിശേഷം. കാരണം നമ്മളെ നിത്യത വരെ എത്തിക്കുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. എഫേസ്യർ 6:15 സമാധാന സുവിശേഷം. ഇപ്പൊ സുവിശേഷത്തിന്റെ പല വിശേഷണങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. കൂടാതെ നമ്മൾ കൊലോസ്യർക്ക് പറഞ്ഞത് സത്യവചനം, സുവിശേഷത്തിന്റെ സത്യവചനം. ഈ ലോകങ്ങളിൽ ഈ പ്രയോഗങ്ങളിൽ നിന്ന് സുവിശേഷ സത്യം എന്ന ആശയം ഉടലെടുക്കുകയാണ്. പലപ്പോഴും ദൈവവിശ്വാസം എന്ന് പറയുന്നവർ നിസ്സാരമായി ഗൗരവമില്ലാതെ ഉപയോഗിക്കുന്നൊരു പദമാണ് സുവിശേഷം. നിസ്സാരമായിട്ടാണ് സുവിശേഷം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇവാഞ്ചലിയോൻ എന്ന യവനപദത്തിൽ നിന്നാണ് ഗുഡ് ന്യൂസ് എന്ന വാക്ക് വന്നത്. ഇവാഞ്ചലിയോൻ, ഇവാഞ്ചലിസ്റ്റ്, ഇവാഞ്ചലിയോൻ. ആ യവനപദത്തിന്റെ അർത്ഥം ഇതാണ്: യുദ്ധക്കളത്തിലെ വിജയം പട്ടണത്തിൽ അറിയിക്കാൻ വരുന്ന വ്യക്തിയെ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ആ വരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. യുദ്ധക്കളത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ അവിടെ രാജ്യം വിജയിച്ച വാർത്ത അറിയിക്കാനായിട്ട് രാജ്യത്തിലേക്ക് മടങ്ങി വരുന്ന ആ അവസ്ഥയാണ് ഇവാഞ്ചലിയോൻ എന്ന വാക്ക്. സ്പീക്ക് ദ റിപ്പോർട്ട് ഓഫ് വിക്ടറി ബ്രോട്ട് ബാക്ക് ഫ്രം ദ ബാറ്റിൽ ഫീൽഡ്. യുദ്ധക്കളത്തിൽ നിന്ന് ജയിച്ച ജയം, ജയിച്ച വിജയം നാട്ടിൽ വന്ന് അറിയിക്കാൻ കടന്നു വരുന്ന ആ പട്ടാളക്കാരുടെ അവസ്ഥ പോലെ സുവിശേഷം അറിയിക്കുന്നവർ വലിയൊരു വിജയത്തിന്റെ വാർത്തയാണ് ലോകത്തോട് അറിയിക്കുന്നത്. നിങ്ങളുടെ ബന്ധുക്കളോടാകാം, ചാർച്ചക്കാരോടാകാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടാകാം. നിങ്ങൾ മറ്റുള്ളവർക്ക് പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ വിജയത്തെക്കുറിച്ച് മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എങ്ങനെയാണ് എനിക്ക് ഈ വിജയം കിട്ടിയത്? ഈ വിജയത്തിന്റെ കാരണക്കാരൻ ആരാണ്? ഈ വിജയം എന്ത് വിജയമാണ്? ആത്മീക വിജയമാണ്. എൻ്റെ കയ്യിലും കാലിലുമുള്ള ചങ്ങലകൾ പൊട്ടിത്തെറിച്ച് ഞാനിന്ന് സ്വതന്ത്രനായിരുന്ന നല്ല വാർത്തയാണ്. കർത്താവ് യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം പഠിക്കുമ്പോൾ അത് കുളക്കടവിൽ കിടന്നവനാകട്ടെ, ശ്മശാനത്ത് കിടന്നവനാകട്ടെ, പല ബന്ധങ്ങളിൽ കിടന്നവനാകട്ടെ, കുരുടനാകട്ടെ, മുടന്തനാകട്ടെ, അവർ കിട്ടിയ മോചനം കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് പോയത്. സ്വാതന്ത്ര്യം കിട്ടിയവരെല്ലാം ആ അനുഭവം അനുഭവിക്കും. ഒരു കർത്താവിന്റെ മുമ്പിൽ കുമ്പിട്ട് കർത്താവിനെ ആരാധിക്കും. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന്റെ മക്കളായിട്ടുള്ളവർ. ഒരു വിജയം അനുഭവിക്കുന്നവരാണ്. വിജയോത്സവമായിട്ട് ദൈവം നമ്മളെ നടത്തുന്നത്. ഇത് വിജയത്തിന്റെ വാർത്തയാണ്. നമ്മുടെ കാൽക്കീഴി സാത്താനെ ചതച്ചരിച്ച് കളയുമെന്നുള്ള പ്രത്യാശ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഇതാണ് വാക്കിന്റെ അർത്ഥം. പിശാചിന്റെ മേൽ യേശു നേടിയ വിജയമെന്ന സദ്വാർത്തയാണ് സുവിശേഷം.
നമ്മൾ മറ്റുള്ളവർ പറയണം, നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങൾ സാത്താന്റെ പിടിയിൽ അമർന്ന് പാപത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങി നശിച്ചു പോകേണ്ട കാര്യമില്ല. മണ്ണിലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ തലയിൽ താഴ്ത്തി ജീവിക്കേണ്ട കാര്യമില്ല. ലജ്ജാഭാരത്തോടെ എല്ലാവരും ചവിട്ടി തോപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ കിടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തല ഉയർത്താൻ പറ്റും, നിങ്ങൾക്ക് ചിറകടിച്ച് ഉയരാൻ പറ്റും, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, നിങ്ങളുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റും. ഈ വാർത്തയാണ് സുവിശേഷം. ഇത് മറ്റുള്ളവർ പറയണം. അത് പറയുമ്പോഴാണ് ആ സ്വാതന്ത്ര്യം കൂടെ അനുഭവിക്കുന്നത്. പറയാത്തവർക്ക് ഇത് മടുപ്പ് തോന്നിക്കൊണ്ടിരിക്കും. ഇത് പറയണം മറ്റുള്ളവരോട്. പ്രസംഗിക്കാൻ കഴിവേണമെന്നില്ല, ഒരു പ്രാക്ടിലൂടെയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളെന്തിനാണ് ജീവിതം നശിപ്പിക്കുന്നത്? നിങ്ങളെന്തിനാണ് നശിക്കുന്നത്? നിത്യതയുടെ അവകാശം, സ്വർഗത്തിലെ അനുഭവം, ദൈവത്തിന്റെ മക്കൾ, സ്വർഗത്തിലെ പൗരന്മാർ, പാപമോചനം, വീണ്ടെടുപ്പ് തുടങ്ങിയ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തു നീട്ടി തന്നിരിക്കുമ്പോൾ അതെന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്? എന്തിനാ ഈ വാദഗതികളിലേക്ക്, തത്വചിന്തകളിലേക്ക് നിങ്ങൾ വീണു പോകുന്നത്? വിജയത്തിന്റെ സന്ദേശം നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. പാപത്തിന്റെ പേരും മരണത്തിന്റെ പേരും നമുക്ക് ക്രിസ്തുവിനോട് ലഭിക്കുന്ന നിത്യമായ വിജയം സത്യങ്ങൾക്കെതിരെ ഓർത്ത് സന്തോഷിക്കാൻ ലഭ്യമായ അനുഗ്രഹം ചൂണ്ടിക്കാട്ടുന്നതാണ് സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കണ്ടു 1 Corinthians 15 1 മുതൽ 4 വാക്യങ്ങൾ ഒരു ചരിത്രപരമായ ഉള്ളടക്കം മാത്രം, ഇതിനൊക്കെ കാരണമായി തീർന്ന ഒരു സംഭവം മാത്രമാണത്. പക്ഷെ സുവിശേഷം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശാലമായൊരു തലമാണ്, പരമമായ ഉള്ളടക്കത്തെ പരാമർശിക്കുകയാണ്. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്കും പൂർണ്ണമായ പാപമോചനം നൽകി നിത്യജീവിലേക്ക് നയിക്കുവാൻ മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ, നിത്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് തന്നോടൊപ്പം കൊണ്ടുപോകാൻ കടന്നു വന്ന കർത്താവ് യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച ആ മരണം അടക്കം ഉയർത്തും. അപ്പൊ സുവിശേഷം വലിയ വിഷയത്തിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ മരണം അടക്കം ഉയർത്തും. ഇത്ര തേജസ്സേറിയ വിസ്മയമായ സത്യത്തോട് പല വിധത്തിലാണ് ദൈവവൈതൽ ഒരു ക്രിസ്ത്യാനി പ്രതികരിക്കേണ്ടത്. അത് ഇവിടെ പെട്ടെന്ന് പറയാം. 8 കാര്യങ്ങൾ സുവിശേഷത്തോടെ എങ്ങനെ പ്രതികരിക്കണം. നമുക്ക് ലഭിച്ച ഈ സുവിശേഷം, ഇത്ര വലിയ സന്ദേശം, അതിലൂടെ നമ്മൾ എങ്ങനെയാണ് നന്ദി കരയേറ്റി പ്രതികരിക്കുക. ഒന്നാമത്, ആദ്യമായി ഈ സുവിശേഷം മറ്റുള്ളവരോട് നാം അറിയിക്കണം. നമുക്ക് ലഭിച്ച പാപമോചനവും രക്ഷയും പ്രധാനമുള്ളതാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടത് മറ്റുള്ളവരോട് ഇത് പങ്കുവയ്ക്കണം. നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മൾ കണ്ടുമുട്ടുന്നവരോട് ലോട്ടറി ടിക്കറ്റ് അടിച്ചോ, അവിടെ മൂന്നാറിൽ പോയോ, പിക്നിക്കിന് പോയോ, ഇതൊന്നുമല്ല. സഭയുടെ ദൗത്യം പിക്നിക്കല്ല, സഭയുടെ ദൗത്യം സുവിശേഷീകരണമാണ്. ഒരു ദൈവവൈതൽ യഥാർത്ഥത്തിൽ സുവിശേഷം കേട്ട, ക്രിസ്തുവിലുള്ള വിജയവാർത്ത കേട്ട ഒരു ദൈവവൈതൽ ചെയ്യേണ്ടത് ഈ സുവിശേഷം മറ്റുള്ള ഞാൻ സ്നേഹിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല വാർത്ത അവർക്ക് 10,000 രൂപ കൊടുക്കുകയല്ല, അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കണം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അവരുടെ കാര്യം, അത് അവരുടെ തീരുമാനം, അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിച്ചോട്ടെ. പക്ഷെ നമ്മൾ അറിയിക്കണം. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ ആ കള്ളന്മാർ പറഞ്ഞു. ഇപ്പൊ മത്തായി 4:23 നമ്മൾ വായിച്ചാൽ ഒന്നുകൂടെ വായിക്കാം. യേശുവിന്റെ ജീവിതത്തിൽ ഇത് വളരെ സത്യമാണ്. സുവിശേഷ വേലയാണ് തന്റെ പ്രധാന ദൗത്യം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ച്, യേശു സ്വർഗത്തിൽ ഇങ്ങനെ നൊടി കൊണ്ട് നൊടിച്ചാൽ പോരെ, ഈ മനുഷ്യരെല്ലാം സ്വർഗത്തിലെത്തില്ലേ? പിന്നെ എന്തിനാണ് ഈ ദേശം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അവിടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യും. തുടർന്ന് അപ്പോസ്തലന്മാരും പുതിയ പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും പുതിയ സഭയും ഇതേ ദൗത്യം തുടർന്നു. ഈ ദൗത്യം തുടരാത്തവരൊന്നും കർത്താവിന്റെ സഭയിൽ നിന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളവരല്ല. ഈ ദൗത്യം വിട്ടുപോയവരും മറന്നുപോയവരൊന്നും വിശ്വാസി എന്ന് പറയാനും അർഹതയില്ല. അത് ചിന്തിച്ചു നോക്കുക, സത്യമല്ലേ അത്? നമ്മൾ എന്തിനാ ദൈവം രക്ഷിച്ചത്? ഈ വിജയം നമുക്ക് തന്നത് എന്തിന്? ചങ്ങലക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ബന്ധനസ്ഥരായ അനേകങ്ങൾക്ക്, തടവിൽ കിടക്കുന്ന അനേകർക്ക് ഈ സദ്വാർത്ത എത്തിക്കുവാനല്ലേ? ശ്മശാനത്തിൽ ജീവിച്ച മനുഷ്യൻ പറഞ്ഞു, യേശുവേ ഞാൻ നിന്റെ കൂടെ വരാം. യേശു വേണ്ട, നീ നിന്റെ നാട്ടിൽ പോയി നിനക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് വിളിച്ചു പറ. ഇതാണ് നമുക്കുമുള്ള ആഹ്വാനം. അതാണ് നമ്മളത് ചെയ്യില്ല. ഞാൻ വിശ്വാസി എന്ന് പറയും. അല്പശാസ്ത്ര രൂപത്തിലുള്ള സ്നേഹ സംഭാഷണമാണ്. നാം എന്തിനാ ഈ വിശ്വാസി എന്ന് പറയുന്നത്? നമ്മുടെ ദൗത്യം നമ്മുടെ ചുറ്റുമുള്ളവരോട് എന്ത് സ്നേഹമാണുള്ളത്? നമ്മുടെ സ്നേഹം കപടമല്ലേ? നമ്മുടെ സ്നേഹം വാസ്തവത്തിലുള്ളതാണെങ്കിൽ അവർക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? ആത്മരക്ഷ. അത് നമുക്കറിയാം, പക്ഷെ കൊടുക്കില്ല. എന്നിട്ട് എന്നെ സ്നേഹമെന്നാണ് വിളിക്കേണ്ടത്. സ്വാർത്ഥത എന്നല്ല എൻ്റെ പേര്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമുക്ക് മാർഗമറിയാം, നമുക്ക് വിജയിക്കാനുള്ള മാർഗമറിയാം, പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആർക്കും അത് കൊടുക്കില്ല. പിന്നെ നമ്മൾ സ്നേഹം എന്നതിനായി പറയുന്നു. അത് അറിയാൻ വേണ്ടി ആഗ്രഹിക്കില്ല, എൻ്റെ പരിശീലനം നേടാൻ ആഗ്രഹിക്കില്ല. എനിക്കറിയില്ല പറയാൻ, ഞാനൊന്ന് പഠിക്കണം, അതിനുവേണ്ടി ശ്രമിക്കില്ല. രണ്ടാമത് സുവിശേഷത്തെ പ്രതിരോധിക്കണം, സുവിശേഷം ഡിഫെൻഡ് ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് തന്റെ നിയോഗം വ്യക്തമാക്കി.
ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട്, ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം, ഞാൻ ഇവിടെ കിടക്കുന്ന സുവിശേഷം പറഞ്ഞതിന്റെ പേരിലാണ്. വേറെ ആരെങ്കിലും ഇത് വസ്തു മോഷിച്ചതിന്റെ പേരിലല്ല. സുവിശേഷം അറിയിച്ചതിന്റെ പേരിലാണ് എന്നെ ഉപദ്രവിക്കുന്നത്, കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. ഇതറിഞ്ഞ് മറ്റുള്ളവർ പുറത്തുള്ളവർ പ്രസംഗിച്ചു, നല്ല ഉദ്ദേശത്തോടാണെങ്കിലും അല്ലെങ്കിലും. 1 പത്രോസ് 3:15 പത്രോസ് പറഞ്ഞു, 1 Peter 3:15. 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പത്രോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇവിടെ പത്രോസ് പറഞ്ഞത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയും, എപ്പോഴും റെഡിയായി നിൽക്കണം. പട്ടാളക്കാരൻ എന്നും യൂണിഫോം ഇട്ട് കിടക്കുമ്പോഴും യൂണിഫോമാണ്. കിടക്കുമ്പോഴും ആരെയും വാള് തൂങ്ങി കിടക്കുകയാണ്. ഏത് നിമിഷത്തിലാണ് അലാറം മുഴങ്ങുന്നത് അറിയില്ല, കാഹളം ശബ്ദം ഉയരുന്നെന്ന് അറിയില്ല. യുദ്ധത്തിന് ഓടിച്ചെല്ലണം. ഏത് സമയം യുദ്ധമാണ്. ദൈവമക്കൾ ഈ ഭൂമിയിൽ യുദ്ധക്കളത്തിലാണ്, പാർക്കിലല്ല, വേറെ എവിടെയെങ്കിലും പിക്നിക്കിന്റെ സ്പോട്ടിലല്ല, യുദ്ധക്കളത്തിലാണ് ദൈവമക്കൾ. പാർക്കിലേക്ക് പിക്നിക്ക് പോകുന്നത് നല്ലതാണ്, പക്ഷെ അവിടെ സുവിശേഷീകരണത്തിനുള്ള പദ്ധതി കൂടെ ഉണ്ടാകണം. ഈ ദൈവ സമാധാനത്തിൽ തിരിച്ചുവരാൻ അനുവദിക്കില്ല. ഇതെന്താ ചിന്തിക്കാത്തത്? ഇപ്പം സുവിശേഷത്തെ പ്രതിരോധിക്കണം, അതിനെ നശിപ്പിക്കാൻ, തകർക്കാൻ അനേക ശക്തികൾ ചുറ്റും പ്രവർത്തിക്കുമ്പോൾ ദൈവങ്ങളുടെ കയ്യിൽ തന്ന ഈ നിക്ഷേപത്തെ ദൈവങ്ങൾ സംരക്ഷിച്ച് സൂക്ഷിച്ചു നിൽക്കണം. ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു പ്രസ്താവനയുണ്ട്. ലോത്തിന്റെ വീട്ടിൽ ഈ ദൂതന്മാർ കടന്നു വരുമ്പോൾ, ലോത്തിന് 3 പെൺമക്കളുണ്ട്, പുരുഷനുമായിട്ട് ബന്ധമില്ലാത്ത പെൺമക്കൾ. ലോത്തിന്റെ വീട്ടിൽ കയറി വന്ന ദൂതന്മാരെ അവിടെയുള്ളതായ സ്വർഗഭോഗികൾ ആ പുരുഷന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലോത്ത് പറയും, എനിക്ക് 3 പെൺമക്കളുണ്ട്, അവരെ ഞാൻ വിട്ടത്, എനിക്ക് ഇഷ്ടമുള്ളത് അവരോട് ചെയ്തോളാൻ പറഞ്ഞു. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് അത്രമാത്രം ദൈവകാര്യത്തില് ലോത്ത് അബ്രഹാമിന്റെ ചാർച്ചക്കാരനാണെങ്കിൽ ലോത്തിന്റെ ഒരു ഭയം, ദൈവസ്നേഹം, ദൈവഭക്തി, ദൈവത്തിന്റെ ദൂതന്മാർ എന്റെ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് കേടുവരരുത്, എന്റെ മക്കൾക്ക് കേട് വന്നോട്ടെ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. നമ്മൾ പറഞ്ഞാൽ അത് തെറ്റാണ്, അങ്ങനെയൊന്നും ഇല്ല, അത് കഥയാണെന്നൊക്കെ പറയും. അത് നമ്മുടെ അവിശ്വാസം കൊണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള മാത്രം സ്വീകരിക്കുക, ഇഷ്ടമില്ലാത്തത് നമ്മൾ കഥയെന്ന് പറയും. ആ നിലയിലേക്ക് എന്തുകൊണ്ട് ഉയരുന്നില്ല? ലോത്തിന്റെ നിലവാരത്തിലേക്ക് സ്വന്തം മകനെ യാഗം കഴിക്കാൻ വിളിച്ചപ്പോൾ സമർപ്പിച്ച അബ്രഹാമിന്റെ പോലെ നമുക്ക് അവിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് സത്യമല്ലെന്നല്ല. ലോത്തിന്റെ മനസ്സെന്താണ്? നമുക്ക് മനസ്സുകൊണ്ട് ഇന്ന് നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കൊച്ചിനെ സാറ് തല്ലിയെന്ന് പറഞ്ഞാൽ സാറിനെ തല്ലുന്ന കാലമാണ്. ഇപ്പൊ സുവിശേഷത്തിനായി പ്രതിരോധിക്കണം. 1 പത്രോസ് പറഞ്ഞ പോലെ നിങ്ങളെല്ലാം പ്രത്യാശയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ സൗമ്യതയോടും ഭയഭക്തിയോടും കൂടി മറുപടി പറയണം. 3 സുവിശേഷ വ്യാപ്തിക്കായി കഠിനമായി പ്രവർത്തിക്കണം. ഫിലിപ്പ് ലേഖനം 1:20 നമ്മൾ വായിച്ച്, ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. വീട്ടിൽ സഭയുടെ തൊട്ട് മോളിൽ ജീവിച്ചാൽ പോലും ക്ലാസ്സിന് വരാൻ പറ്റില്ല. ആരാധനയെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ വരുന്നില്ല. എന്ത് വിശ്വാസിയാണത്? ഇവരെയൊക്കെ വിശ്വാസി എന്നാണ് വിളിക്കേണ്ടത്. വേദനിച്ചെങ്കിൽ അത് നല്ലതിനാണ്, അപ്പോൾ സൗഖ്യമുണ്ടാകും. ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. അതിനായി ജീവിതത്തിൽ അച്ചടക്കം വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞായറാഴ്ച ഉറങ്ങിയില്ല, എനിക്ക് അത്യാവശ്യം പരീക്ഷയുണ്ട്, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അങ്ങനെ അഥവാ നിർബന്ധമായി പോകേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ സഭയെ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് പോകണം. അറിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് വിശ്വസ്തതയില്ല എന്നുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൽ ലക്ഷ്യബോധമാണ്. ഞാൻ എന്തിനാ ഭൂമി ജീവിക്കുന്നത്? കർത്താവിന് വേണ്ടി ഒരു ആത്മാവിനെങ്കിൽ നേടാൻ. ആ വിത്ത് വിതയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റണം. നേടുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. വിതയ്ക്കുക, അതാണ് നമ്മുടെ ജോലി. അതിന് കഠിന അധ്വാനം വേണ്ടി. ഇപ്പോൾ ആയിരക്കണക്കിന് വീടുകളിൽ കയറി. പണ്ട് ഞാൻ ക്യാമ്പസ് ക്രൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എവരിഗോ ക്രൂസൈഡ് എന്നൊരു ടീമുണ്ട്. അവരുടെ പോളിസി 1000 വിത്ത് വിതച്ചാൽ ചിലപ്പോൾ 1 വിത്ത് പ്രതികരിക്കും. നമ്മുടെ പ്രചാരം 1ാമത്തെ വീട്ടിൽ കയറി ഉടനെ അവർ അടുത്ത് വിളിച്ച് കയറ്റി സുവിശേഷം കേട്ട് അനുസരിച്ച് സ്നാനപ്പെടുമെന്നാണ്. 999 വീടും കിട്ടി കഴിയുമ്പോഴാണ് ക്ഷമയോടെ അതുകൊണ്ടാണ് മുക്കുവന്മാരെ കർത്താവ് തന്റെ വേലയ്ക്ക് വിളിച്ചത്. രാവിലെ കുത്തിയിരിക്കാൻ തുടങ്ങിയാണ് ചൂണ്ടയുമായിട്ട്. രാത്രി ആയപ്പോൾ 7 മണിക്കാണ് കൊച്ചു മീനിനെ കിട്ടിയത്. പിറ്റേ ദിവസവും പോകും. ഈ ഒരു ശീലം മനസ്സാണ് ദൈവത്തിന് വേണ്ടത്. ലക്ഷ്യബോധം, കഠിനാധ്വാനം, സമർപ്പണം, അച്ചടക്കമുള്ള ജീവിതം. 4ാമത് സുവിശേഷം അനുസരിച്ചവരുമായുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കണം. യഥാർത്ഥ ദൈവമക്കളുമായി കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഈ ഒരു തീഷ്ണത നിലനിൽക്കും. നമ്മൾ സുവിശേഷം വല്ലതും ചെയ്യാൻ പോകണ്ട, നമുക്ക് അവിടെ ഇങ്ങനെ പാർക്കിലൂടെ ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അവരുമായി സഹകരിച്ചു പോയാൽ സുവിശേഷമായുള്ള താല്പര്യം പോകും. സുവിശേഷം അനുസരിക്കുന്നവരുമായി ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം.
പ്രവർത്തിക്കുന്നവരുമായി കൂട്ടായ്മയുണ്ട്. ആരാണോ നമ്മുടെ കൂട്ടുകാരെന്ന് നോക്കിയാൽ അറിയാം നമ്മൾ ആരാണെന്ന്. ആദിമസഭയുടെ പ്രത്യക്ഷ അടയാളമായിരുന്നു കൂട്ടായ്മയിലുള്ള സമർപ്പണവും ഭക്തി. പ്രവൃത്തി 2:42 മുതൽ നമുക്ക് കാണാം. പിൽപ്പുറത്തിന്റെ 3-5 വരെ. യോഹന്നാന്റെ ലേഖനം ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോട് പുത്രൻ യേശുവിനോടുമാണ്. ഞങ്ങളിതൊക്കെ നിങ്ങളോട് അറിയിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ വേണം. സുവിശേഷം ദൈവമക്കളുടെ കൈകളിൽ, കർത്താവിന്റെ സഭയുടെ കയ്യിലാണ് സുവിശേഷം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സഭ ചെയ്യാതിരിക്കുക. ദുരുപദേഷ്ടക്കന്മാർ പെട്ടിയും നോക്കി വീട് തോറും കയറി കിടന്ന മീനിനെ പിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഭ സുവിശേഷം എന്നെ ചെയ്യുന്നില്ല? മറ്റു ഉപദേഷ്ടക്കന്മാർ പ്രവർത്തിക്കുന്നു. അപ്പൊ അപ്പോസ്തലന്മാർ എപ്പോഴും ഈ കൂട്ടായ്മ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. 5-ാമത്, സുവിശേഷത്തിനായി കഷ്ടം അനുഭവിക്കാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. സുവിശേഷം പറയുമ്പോൾ എല്ലാവരും കൈനീട്ടി തികഞ്ഞ ചായ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തരും എന്നുള്ള ചിന്തയിൽ ഇറങ്ങരുത്. എനിക്കിതിപ്പോൾ അടി കിട്ടിയെന്ന് വരും, ചാണവെള്ളം തളിച്ച് കോരി ഒഴിച്ചെന്ന് വരും. പണ്ട് ഞാൻ ഈ സ്ഥലത്ത് ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കത് അനുഭവമുണ്ട്. ഒരു കാലമാണ്. ഇപ്പൊ സുവിശേഷത്തിനായി കഷ്ടം അനുഭവിപ്പാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പോസ്തലൻ ശിഷ്യനായ തിമോത്തിയോസിനെ പ്രബോധിപ്പിച്ച് പറഞ്ഞത് 2 തിമോത്തിയോസ് 1-ാം അധ്യായം 8-ാം വാക്യം. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെക്കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തി ഒത്തവണ നീയും എന്നോടുകൂടെ കഷ്ടം അനുഭവിക്കാം. എന്നെ കുറിച്ച് നീ ലജ്ജിക്കരുത്, ഒരിക്കലും ലജ്ജിക്കരുത്. അനേക ദൈവമക്കൾ എന്ന് പറയുന്നവർ അവരായിരിക്കുന്ന പ്രാഥമിക സഭയുടെ ഉപദേഷ്ടക്കന്മാരെയും സുവിശേഷകന്മാരെയും മൂപ്പന്മാരെയും ഒന്നും മാനിക്കാതെ പോകും. അതുകൊണ്ട് ജീവിതത്തെ തകർത്ത് കളയും. അവർക്ക് നന്മ ദൈവം കൊടുക്കില്ല. ദൈവത്തിന്റെ സംവിധാനമാണ്, ഓർഗനൈസേഷനാണ്. ഇത് സഭ സംഘടിപ്പിച്ച രീതിയാണ്. ബഹുമാനിക്കണം. ഇവിടെ വേലയുടെ കൂടെ നിൽക്കണം, അവരെ താങ്ങി നിർത്തണം, പ്രാർത്ഥിക്കണം. അപ്പോൾ സുവിശേഷനെ കഷ്ടം അനുഭവിക്കണം. അനേകർ കഷ്ടം അനുഭവിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ദൈവമക്കളായത്. ഇവിടെ വേലയുടെ കാഠിന്യം, തീവ്രതയും കഷ്ടതയും കണ്ണുനീരും പ്രാർത്ഥനയുടെ നമ്മുടെ ജീവിതം, ആത്മീക ജീവിതം, നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. 6-ാമതായി, നമ്മുടെ ജീവിത രീതികൾ സുവിശേഷത്തിന് തടസ്സമില്ലാതെ നോക്കണം. നമ്മുടെ ജീവിത രീതി സുവിശേഷത്തിന് തടസ്സമില്ലാതെ നോക്കണം. 1 കൊരിന്ത്യർ 9:12 ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയത്: ഞാൻ ആർക്കും ഇടർച്ചയാകാതിരിക്കും ഞാൻ സൂക്ഷിക്കുകയാണ്. അതെ, എനിക്ക് സുവിശേഷം അറിയിക്കണം. ഞാൻ സുവിശേഷം അറിയിച്ച് ഞാൻ കൊള്ളരുതാത്തവനായി പോയാൽ എന്തായിരിക്കും അവസ്ഥ? 1 കൊരിന്ത്യർ 9:12 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികാരം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും പുറത്തുന്നു. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, സുവിശേഷ വേലയ്ക്ക് ദൈവന പ്രഘോഷിക്കണത്തിന് തടസ്സം വരരുത്. ഈ ഒരു മനസ്സ് നമുക്ക് വേണം. 7-ാമത്, സുവിശേഷത്തെ കുറിച്ച് ഒരിക്കലും ലജ്ജിക്കരുത്. റോമർ 1:16. പോകുന്ന പട്ടണം വിഗ്രഹാരങ്ങൾ നിറഞ്ഞ പട്ടണം. 35-ാമത്തെ ഭർത്താവ്, 37-ാമത്തെ ഭാര്യ, അങ്ങനെ ഒരു മത്സരത്തോടു കൂടി ഇങ്ങനെ വിവാഹബന്ധത്തെ തകിടം പറിച്ച് ലോകത്തിന്റെ നടുവിൽ, കുടുംബങ്ങൾ താറുമാറിയ സമൂഹത്തിന്റെ നടുവിലേക്ക് പോലീസ് കടന്നു വരുമ്പോൾ പോലീസിന് പേടിയില്ല. വീരശൂര പരാക്രമങ്ങളായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ പട്ടണമാണ് റോമൻ പട്ടണം. പക്ഷെ പൗലോസിന് ധൈര്യം കിട്ടിയത് എവിടെയാണ്? തന്റെ കയ്യിലിരിക്കുന്ന ഡൈനാമിറ്റാണ്. സുവിശേഷത്തിൽ ഇതിന്റെ നമ്മുടെ സമീപനം വളരെ നിർണായകമാണ്. ദൈവത്തോടും ദൈവത്തിന്റെ ശക്തിയോടും. ഞാൻ എൻ്റെ കയ്യിലുള്ള സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. എൻ്റെ കയ്യിലല്ല ശക്തി. ശക്തി വചനത്തിൻ്റെതാണ്. അത് നൽകേണ്ടതില്ല, നൽകിയാൽ അത് പ്രവർത്തിക്കും. അതിൽ ന്യായവിധിയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യും യോനയെ പോലെ. ആദ്യം പഠിച്ചുവെങ്കിലും പിന്നെ പോയി പ്രസംഗിച്ചു. എൻ്റെ ഫലം കണ്ട് യോന പോലും ഞെട്ടിപ്പോയി. ഇത്രമാത്രം ജനങ്ങൾ പ്രതികരിച്ചു. അപ്പോൾ അവരുടെ പ്രസംഗിക്കാതിരുന്നെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ നഷ്ടം വരുത്തിയാണ്. ഞാൻ ചെന്ന് പ്രസംഗിക്കേണ്ട ചില ആത്മാക്കൾ ഭൂമുഖത്തുണ്ട്. ഞാൻ പോയി സുവിശേഷം അറിയിക്കേണ്ട ഒരു ഭൂമുഖത്തുണ്ട്. എന്ത് ഫലം കിട്ടുമെന്നറിയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം വിവേകം എന്ന് പറഞ്ഞാൽ എമിലിയസിനെ കൊച്ചുമാൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇവിടെ പുതിയ വീടിൻ്റെ പാലുകാച്ചാണ് നമ്മളെല്ലാവരും ചെല്ലാൻ പറഞ്ഞത്. കുറേ നാൾ പോയി ക്ലാസ് എടുത്താണ്, സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ ഹൃദയത്തിൽ കിടക്കും ആ വിത്ത്. അതുകൊണ്ടാണ് ഈ സമയം നമ്മളെ വിളിച്ചത്. അതിൽ ഫലം എന്ന് വരുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ വിത്ത് വിതയ്ക്കണം. അവസാനമായി സുവിശേഷത്തിൽ ദൈവശക്തി അടങ്ങുന്നു എന്ന് അറിയണം. 1 തെസ്സലോനിക്കർ 1:5, റോമർ 1:14 നമുക്കറിയാം. ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. 1 തെസ്സലോനിക്കർ 1:5. ഇത് വളരെ വേഗത്തിൽ കടന്നുപോയെങ്കിലും വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചില ശാസനകൾ ഉണ്ടാകും. അത് നമ്മളെ ഉണർത്താനാണ്, നമ്മൾ കിടക്കുന്ന കട്ടിൽ നിന്ന് പിടിച്ച് കൊടുക്കാനാണ്. ഇനിയെങ്കിലും ഒന്ന് ഉണരാൻ. 1 തെസ്സലോനിക്കർ 1:5 ഇങ്ങനെയാണ് പൗലോസ് എഴുതിയത്: ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹു നിശ്ചയത്തോടു കൂടി ആയിരുന്നു നിങ്ങളൊക്കെ വന്നത്.
പ്രസംഗിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കില്ല. അവർക്ക് നന്നായിട്ടറിയാം ഇതാണ് നല്ല വാർത്ത, മനുഷ്യർ കേൾക്കേണ്ട ഏറ്റവും നല്ല വാർത്ത, ഏറ്റവും നല്ല വിശേഷം, അവരെ മോചിപ്പിക്കുന്ന, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ വാർത്ത ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അത് നമുക്ക് കിട്ടി. അതാണ് അതിൻ്റെ പ്രധാനം. നമുക്കത് കിട്ടി, നമുക്ക് വെളിപ്പെട്ട് കിട്ടി, നമുക്ക് ഈ സത്യം അറിയാം. പക്ഷെ ഇത് ആവശ്യമുള്ളവരുടെ ഭൂമിയിലുള്ള സകല മനുഷ്യരും സർവ്വഭൂമിയിലും പോയി പ്രസംഗിക്കും, ഭൂലോകത്തൊക്കെയും പോയി പ്രസംഗിക്കും. കാരണം എല്ലാവരും രക്ഷിക്കപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നത്. എന്താ രക്ഷിക്കപ്പെടാത്തത്? ആരും അവരെ അറിയിക്കുന്നില്ല. ഒരു ഫലം കിട്ടുകയോ ഇല്ല എന്നുള്ളതല്ല കാര്യം, ആരും അവരെ അറിയിക്കുന്നില്ല. ഈ ദൗത്യമാണ് കർത്താവിൻ്റെ സഭയ്ക്ക് ഭൂമുഖത്തുള്ളത്. ദുരുപദേശം നിറഞ്ഞു കിടക്കുന്ന കൂട്ടായ്മകൾ ഓടി നടന്ന് പ്രസംഗിക്കുന്നു. കാരണം ദാഹിക്കുന്ന മനുഷ്യൻ, വിശന്നലയുന്ന മനുഷ്യൻ, ഒരു അത്താഴി തലി ഓടുന്ന മനുഷ്യൻ എവിടെയെങ്കിലും പോയി ചേക്കേറും. കാരണം സത്യസഭ അത് ചെയ്യുന്നില്ല. എത്ര വലിയ ശിക്ഷയാണ് ദൈവമക്കൾക്ക് വരാൻ പോകുന്നത്. ഒരറിയിക്കേണ്ട ദൗത്യം അറിയില്ല. ആരെയും നോക്കരുത്. രഹസ്യമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ട്രാക്ട് പോയി കൊടുക്കുക. ഹോസ്പിറ്റലിലാണെങ്കിലും സമീപത്തുള്ളവരുടെ വീടുകളിലും രണ്ടുപേരും കൂടെ ചേർന്ന് പോയി കൊടുക്കുക. ഫലം ദൈവം തരട്ടെ. അവർ വായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വെറുതെ വിതറിയിട്ട് ഓടരുത് വഴിയിൽ, നോട്ടീസ് പത്രക്കാരിരുന്ന പോലെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വായന അവർ പ്രവർത്തിക്കാൻ. ദൈവമക്കളുടെ പ്രാർത്ഥന അത് ഫലിക്കും. ദൈവ സഹായിയുടെ തുടരാൻ അടുത്ത പഠനത്തിൽ ജോസഫ് പ്രാർത്ഥന.